രാവിലെ അത്രയും കരഞ്ഞതിന് ദൈവം കനിഞ്ഞു കൊടുത്ത അനിമോൾക്ക്. അനിമോളാണ് ടാസ്കിൽ ജയിച്ച് അനിമോൾ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. 120 പോയിൻറ്റോട് കൂടി അനിമോൾ 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 1ാം സ്ഥാനം ആര്യന്, 2ാം സ്ഥാനം 2 പേർക്ക് അനീഷിനും 2ാം സ്ഥാനമുണ്ട്. അക്ബർ 0 അക്ബറിന് നല്ല സങ്കടമുണ്ട്. അക്ബർ കരയുന്നുണ്ടായിരുന്നു. അക്ബറിൻ്റെ പാവം മോഷ്ടിച്ച ആൾ അനിമോളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് എടുത്തതെന്ന്. അനിമോൾക്കറിയാം ഇത് പിടിക്കപ്പെടുമെന്ന്. ആദിലയാണ് അക്ബറിൻ്റെ പാവം മോഷ്ടിച്ചത്. എന്നാൽ ആര്യനും അക്ബറും സംശയിച്ചത് അനിമോളെയാണ്. അനിമോൾ ആരുടെയും പാവം മോഷ്ടിച്ചില്ല. അനിമോൾക്ക് കഷ്ടപ്പെട്ട് കിട്ടിയ പാവയാണ്. അനിമോൾ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. അനിമോൾ ജയിച്ചിരിക്കുകയാണ് ഈ ടാസ്ക് അവസാനിച്ച്. ബിഗ് ബോസ് എല്ലാവരോടും ലിവിങ് റൂമിൽ ഇരിക്കാൻ പറഞ്ഞ് അനീഷ് അപ്പോഴത്തേക്ക് ഭയങ്കര ബഹളമാണ്. അക്ബർ പറയുന്നുണ്ട്, ഇത്രയും നേരം അനീഷേട്ടനെ മിണ്ടണ്ടായിരുന്നു, ഇപ്പം തോറ്റു പോകുന്നതായപ്പോഴത്തേക്ക് അനീഷേട്ടൻ്റെ സ്വഭാവം മാറിയെന്ന് അക്ബർ പറയുന്നത്. സാബുമോൻ അനീഷിനെ ഒരിടത്ത് ഇരുത്തിയിട്ട് പറഞ്ഞ് ബിഗ് ബോസ് ഇരിക്കാൻ പറഞ്ഞ് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അനീഷിനെ പിടിച്ചിരുത്തിയാണ്. അനീഷ് ആകെ ബഹളമായിരുന്നു അവിടെ. ബിഗ് ബോസ് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, വീക്കിലി ടാസ്കിൻ്റെ 2ാം ദിനമായ ഇന്ന് പാവശാസ്ത്രത്തിൽ നിങ്ങൾ നേടിയ പോയിന്റുകൾ. ആദില 90 പോയിന്റ്. അത് അക്ബറിൻ്റെ അടിച്ചു മാറ്റിയ പാവകളാണ് ആദിലയുടേത്. അനിമോൾ 120 പോയിന്റ്. അനിമോൾ കഷ്ടപ്പെട്ട് അനിമോൾ കിട്ടിയതാണ്. അനിമോൾ ആരുടെയും മോഷ്ടിച്ചില്ല. പക്ഷേ മോഷണം പോയവരൊക്കെ അനിമോളുടെ പേരാണ് പറഞ്ഞത്. പക്ഷേ അനിമോൾ മോഷ്ടിച്ചിട്ടില്ല. നൂറയ്ക്ക് 20 പോയിന്റുകൾ. നെവിൻ 95 പോയിന്റ്. നെവിനാണെങ്കിൽ ഭയങ്കര കള്ളത്തരാണ്. നിൽക്കുന്നിടത്ത് നിന്ന് നിവിൻ അടിച്ചു മാറ്റുന്നത്. അനിമോളുടെ പാവകൾ എണ്ണി വെച്ചതിന് ശേഷം നിവിൻ കാലുകൊണ്ട് അനിമോളുടെ ഒരു പാവയെ അടിച്ചു മാറ്റി. അനിമോൾ പോലും അറിഞ്ഞിട്ടില്ല. ഇനി ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ കാണിച്ചാലേ മറ്റൊരാൾ അറിയത്തുള്ളൂ. ആരും അറിഞ്ഞിട്ടില്ല. അക്ബറിന് പോയിന്റുകളില്ല. അക്ബറിന് നല്ല വിഷമമുണ്ട്. അക്ബറിന് കണ്ണൊക്കെ നിറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ടാസ്കിൽ അക്ബർ 2ാം സ്ഥാനത്തുള്ള വ്യക്തിയാണ്. സാബുമോനും പോയിന്റുകളില്ല. അനീഷിന് 120 പോയിന്റുകൾ. അത് അനിമോളുടെ ഒപ്പം എത്തിയിട്ടുണ്ട് അനീഷ്. ഷാനവാസിനും പോയിന്റുകളില്ല. ഷാനവാസ് മനഃപൂർവ്വം ഇന്ന് കളിക്കാതിരുന്നതാണ്. ലക്ഷ്മിക്ക് 60 പോയിന്റുകൾ. ആര്യന് 145 പോയിന്റുകൾ. ആര്യനാണ് ഈ ഗെയിമിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആര്യന് അഭിനന്ദനങ്ങൾ പറഞ്ഞു ബിഗ് ബോസ്. ഇന്ന് ഇവർക്ക് കിട്ടിയ പോയിന്റുകൾ ഇന്നലെ കിട്ടിയ പോയിന്റുമായിട്ട് ചേർക്കപ്പെടുമെന്ന് ബിഗ് ബോസ് പറഞ്ഞു. പാവകളെല്ലാം എടുത്ത് സ്റ്റോർ റൂമിൽ വയ്ക്കാൻ പറഞ്ഞാൽ ആരും എടുത്ത് വെക്കില്ലെന്നും ബിഗ് ബോസ് പറഞ്ഞു. അനീഷ് പറയുന്നു, ഇനിയെങ്കിലും നിങ്ങൾ അനീഷ് എന്ന വാക്ക് ഇവിടെ മിണ്ടാൻ പാടില്ല. കേട്ടല്ലോ, എന്ത് കാര്യത്തിനും അനീഷ് ഡേറ്റി എന്ന് പറഞ്ഞിട്ട് സ്വയമേ നന്നായിട്ട് വേണം മറ്റുള്ളവരെ നന്നാക്കാൻ. അനീഷ് തന്നെ പറഞ്ഞിട്ട് നടക്കുകയാണ്. അവനവൻ്റെ കണ്ണിലെ കരടെടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ കരടിനായിട്ട് വരാൻ നോക്കുന്ന അനീഷ്. എന്നാൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പം നൂറ പറഞ്ഞ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയേ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്, പിന്നെ എന്തിനാണ് എൻ്റെ പേര് മാത്രം പറയുന്നത്? അനിമോള് ആദില എല്ലാവരും ചെയ്തിട്ടുണ്ട്, എന്നിട്ട് വെറുതെ എൻ്റെ പേര് മാത്രം വലിച്ചിടുക. അനീഷ് ചുമ്മാ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാബുമോനോട് പറയാണ്, കേട്ടില്ലേ ക്യാപ്റ്റൻ, നൂറ പറഞ്ഞത് എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന്. അനിമോൾ വന്നിട്ട് ചോദിക്കുന്നത് എന്ത് ചെയ്യുന്നത്? അനീഷ് പറഞ്ഞ് അതിനുള്ളിലേക്ക് കടന്നെടുത്തത്. അപ്പോൾ അനിമോൾ ചിരിച്ചിട്ട് പറയുന്ന അത്. ഉടനെ അനീഷ് അത് അല്ലേ, ഓക്കെ, നിങ്ങൾക്കത് കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അങ്ങനെ പറഞ്ഞിട്ടങ്ങ് പോകാം. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നവരല്ലേ എല്ലാവരും. അനിമോളുടെ പുറകെ നോക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത്. ആര്യനും ആദിലയും നിവിനും ഒക്കെ മോഷ്ടിച്ച കൂട്ടത്തിലുള്ളവരാണ്. പക്ഷേ അനീഷ് മോഷ്ടിച്ചിട്ടില്ല, അനിമോൾ മോഷ്ടിച്ചിട്ടില്ല. അപ്പം അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.